അപ്പൊ ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ്. ഞങ്ങള് പുൽക്കൂടും ലൈറ്റുകളൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. വീടൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ, ക്രിസ്മസിന് വരാല്ലേ. എല്ലാ തവണ ചെയ്യുന്ന പോലെ കരികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ബാൽക്കണിയിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കിയിട്ട് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ആ ഒരു ഇതാണ് 2024. അപ്പൊ നമ്മൾ 2 വർഷം മുമ്പ് ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 2024 ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. പഴയ ക്രിസ്മസ് ട്രീ വീണ്ടും പൊടി തട്ടിയിടുകയാണ്. പതിവ് പോലെ സഹായത്തിനായി അക്കും റയാനും കൂടെ തന്നെയുണ്ട്. അങ്ങനെ ക്രിസ്മസ് ട്രീ തയ്യാറായി കഴിഞ്ഞു. എല്ലാ തവണത്തെ പോലെ ക്രിസ്മസ് ബാബിൾസ് എല്ലാം തൂക്കി വളരെ മനോഹരമായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ക്രിസ്മസ് പുൽക്കൂട് തയ്യാറാക്കണം. എല്ലാ തവണത്തെ പോലെ ഈ തവണയും നിഷയും കുട്ടികളും ചേർന്നാണ് പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. വീടിന് പുറത്തും ലൈറ്റുകളെല്ലാം ഇട്ട് കഴിഞ്ഞു. കുട്ടികളുടെ സ്കൂളുകളിൽ ക്രിസ്മസ് പ്രോഗ്രാമുകൾ നടക്കുകയാണ്. ക്രിസ്മസ് വരവറിയിച്ച് ഇതാ സാന്താക്ലോസ് വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പച്ചൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് കരോൾ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വെച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മെച്ചനോത്ത് ഏത് ദിവസമാണെന്ന്? അമ്മേന്റെ ഈ തവണത്തെ ക്രിസ്മസ് ദിവസത്തെ ഭക്ഷണം അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ വീട്ടിൽ വെച്ചാണ്. ടേബിൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഭക്ഷണത്തിന്റെ സമയമാണ്. ക്രിസ്മസിന് സാധാരണയായി എല്ലാവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് ഇറ്റലിയിൽ പതിവാണ്. അതിനുവേണ്ടി എന്നോണം ക്രിസ്മസ് സമയം ഇറ്റലിയിലെ ജോലിക്കാർക്ക് ഒരു ശമ്പളം കൂടുതലായി ലഭിക്കുന്നതാണ്.
ക്രിസ്മസ് സമയം യൂറോപ്പിലെ ഓരോ നഗരങ്ങളും കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇനി ഇറ്റലിയിലെ ഈ നഗരത്തിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ കാണാനായി നമുക്ക് പോകാം. ഞങ്ങളിവിടെ ജനവ പോർത്തോ അന്തിക്കോ എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിരിക്കുകയാണ്. പാം ട്രീസ് കണ്ടോ പുറകിൽ നമ്മൾ ദുബായിലൊക്കെ കാണുന്ന അരിത്ത ആ ഒരു രീതിയിലുള്ള ഒരു പാം ട്രീസ് ശരിക്കും കടൽ തീരത്ത് ഇതുപോലെ കണ്ടല്ലേ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പുറകിൽ കാണുന്നതാണ് ജനവിലെ പോർട്ട്. ഇവിടെയാണ് നമ്മുടെ ക്രൂയിസ് കപ്പലുകളൊക്കെ നമ്മൾ പോകാറുള്ളത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ അക്വേറിയം നമുക്കത് പുറകിൽ കാണാൻ പറ്റും. ഇതെല്ലാം ഇവിടെയാണ്, ഈ ഭാഗത്താണ്.